ഹായ് ഫ്രണ്ട്സ്, ജെമിനി റിപ്പോർട്ടിന്റെ ഒരു അടിപൊളി അപ്കമിംഗ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ശ്രുതിയുടെ മകൻ ആദിയുടെ ബർത്ത്ഡേ ഫംഗ്ഷന് അറിയാതെയാണെങ്കിലും പങ്കെടുത്ത് പോവുകയാണ് കേട്ടോ. സച്ചിയും രേവതിയും ആദിക്ക് വേണ്ടി ഒരു ഡ്രസ്സൊക്കെ നേരത്തെ അവര് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ആദ്യം ഒന്ന് കാണാം, കാരണം അവനെ കണ്ടിട്ട് കുറെ നാളായി. ഏതായാലും ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് കരുതിക്കൊണ്ട് സച്ചിയും രേവതിയും ആദിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഈ സമയത്ത് അവിടെ ശ്രുതിയും ഉണ്ടാവും എന്നുള്ളതാണ് മറ്റൊരു ട്വിസ്റ്റ്. കാരണം ശ്രുതിക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല സച്ചിയും രേവതിയും ആദിയുടെ വീട്ടിൽ വരുമെന്നുള്ളത്. എന്റെ മോന്റെ ബർത്ത്ഡേ ആഘോഷത്തിൽ പങ്കുചേരാനാണ് ശ്രുതി അവിടെ നിൽക്കുന്നത്. സച്ചിയും രേവതിയും ആ വീട്ടിലേക്ക് വന്നു എന്നറിയുന്ന ശ്രുതിക്ക് പിന്നെ മരണം വെപ്രാളം എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലായി പോവുകയാണ്. എന്തായാലും അവർ കാണാതിരിക്കാൻ വേണ്ടി എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കാൻ വരെ ശ്രുതി തീരുമാനിക്കുന്നു. ശ്രുതിയുടെ ബർത്ത്ഡേ കെങ്കേമമായിട്ട് ആഘോഷിക്കണം എന്നുള്ള പ്ലാനിലൊക്കെയാണ് ശ്രുതി അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇവരെ കണ്ടതോടുകൂടി ആ പ്ലാൻ എല്ലാം തകർന്നു പോവുകയും ചെയ്യുന്നു. ഇതിനോടകം തന്നെ ആദിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടായിരുന്നു. ശ്രുതിയാണ് തന്റെ അമ്മ എന്നുള്ള ഒരു സത്യം ആദി തിരിച്ചറിഞ്ഞിരുന്നു. അത് ശ്രുതിയുടെ അമ്മ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ആദിയോട് പറഞ്ഞത്. ശ്രുതിയുടെ അമ്മയ്ക്ക് ഒത്തിരി വയ്യായികകളൊക്കെ കൂടി വരുന്നുണ്ട്. അവരിനി എത്ര കാലം ഇരിക്കുമെന്ന് അവർക്ക് പോലും അറിയാത്തത് കൊണ്ട് തന്നെ ആദിയുടെ അമ്മയെ കുറിച്ചുള്ള രഹസ്യം അവനോട് പറയുന്നതായിരിക്കും നല്ലതെന്ന് അവർക്ക് തോന്നുകയാണ്. അങ്ങനെയാണ് അവര് എല്ലാ കാര്യങ്ങളും ശ്രുതിയാണ് അമ്മ എന്നുള്ള രഹസ്യം ആദിയോട് തുറന്നു പറഞ്ഞത്. ഏതായാലും കേക്ക് കട്ടിംഗ് ഒക്കെ നടക്കുന്ന ആ സമയത്തായിരിക്കും സച്ചിയും രേവതിയും കൂടെ വീട്ടിലേക്ക് എത്തുന്നത്. ശ്രുതിയാണെങ്കിൽ വീടിന്റെ ഒരു വശത്ത് ഒളിച്ചിരിക്കുകയാണ്. കാരണം ഇവരുള്ളപ്പോ ഒരിക്കലും ബർത്ത്ഡേയിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്ന് ശ്രുതിക്ക് അറിയാം. അങ്ങനെ കേക്ക് കട്ടിങ്ങും ചെറിയ ആഘോഷങ്ങളും ഒക്കെ കഴിഞ്ഞു നിൽക്കുന്ന ആ ഒരു സമയത്ത് രേവതി ശ്രുതിയുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട് ആദിയുടെ അമ്മയെ കുറിച്ച്. ആ സമയത്ത് അവര് പറയുന്നുണ്ട് കേട്ടോ ആ കാര്യം. ആദി എന്ന് പറയുന്നത് എന്റെ മകളുടെ മകനാണ്, അല്ലാതെ ഇത് എന്റെ മകന്റെ മകനല്ല എന്നുള്ള സത്യം രേവതിയോട് തുറന്നു പറയുകയാണ്. രേവതിക്കും സച്ചിക്കും ഇത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഞെട്ടൽ വരുന്നുണ്ട്. കാരണം ഇത്രയും നാള് അവര് ധരിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഇപ്പൊ കേൾക്കുന്നത്. ഏതായാലും പിന്നീട് ശ്രുതിയുടെ അമ്മ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ മകളുടെ കല്യാണം കഴിയാനിടയായ സാഹചര്യവും അതുപോലെ അവൾക്കൊരു കുഞ്ഞ് ജനിച്ചതും താമസിയാതെ മകളുടെ ഭർത്താവ് മരിച്ച കാര്യങ്ങളും അങ്ങനെ എല്ലാതും ആ അമ്മ തുറന്നു പറയുന്നുണ്ട്. പക്ഷെ ശ്രുതിയാണ് തന്റെ മകളെന്നുള്ള കാര്യം മാത്രം അവർ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. അത് മാത്രം അപ്പോഴും പറഞ്ഞിട്ടില്ല. എന്തായാലും കാര്യങ്ങളെല്ലാം വളരെ ഞെട്ടലോടുകൂടിയാണ് രേവതിയും സച്ചിയും കേൾക്കുന്നത്. പിന്നീട് രേവതിയും സച്ചിയും ആദ്യം ദത്തെടുക്കുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയിട്ട്. കാര്യം അതിക്കിപ്പോ സ്വന്തം എന്ന് പറയാൻ ആ അമ്മൂമ്മയല്ലാതെ വേറെ ആരുമില്ല. അമ്മയാണെങ്കിൽ എവിടെയോ പോയി, അച്ഛനാണെങ്കിൽ മരിച്ചുപോയി എന്നൊക്കെയാണല്ലോ ആദിയുടെ അമ്മൂമ്മ അവരോട് തുറന്നു പറഞ്ഞത്. അങ്ങനെ ആദിയുടെ അവസ്ഥ മനസ്സിലാക്കുന്ന രേവതിയും സച്ചിയും ഒടുവിൽ അവനെ ദത്തെടുക്കാൻ തന്നെ തീരുമാനിക്കുന്നു. ആഗ്രഹം അവര് അമ്മൂമ്മയോട് തുറന്നു പറയുന്നുമുണ്ട്. പക്ഷെ അമ്മൂമ്മയ്ക്ക് ശ്രുതിയോടുകൂടെ ഇക്കാര്യത്തിൽ അഭിപ്രായം ചോദിച്ചിട്ടേ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ശ്രുതിയോട് ഇക്കാര്യങ്ങളെല്ലാം പറയുമ്പോ ശ്രുതി ശരിക്കും പൊട്ടിത്തെറിക്കുകയാണ്. എന്റെ മകനെ മറ്റൊരാൾക്ക് ദത്ത് കൊടുക്കാനോ, ഞാൻ ജീവനുള്ളിടത്തോളം കാലം അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല. മാത്രമല്ല ദത്തെടുക്കുന്നതോ സച്ചിയും രേവതിയും അവരവനെ ദത്തെടുത്തു കഴിഞ്ഞാൽ ആദിയുടെ കൂടെ അവർ ജീവിക്കാൻ പോകുന്നത് ഞാൻ ജീവിക്കുന്ന വീട്ടിൽ തന്നെയായിരിക്കും. അങ്ങനെ വന്ന ഭാവിയിൽ എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയാൻ ചാൻസ് ഉണ്ട് അമ്മേ. അങ്ങനെ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർത്ത് പേടിക്കുന്ന ശ്രുതി പിന്നീട് അവസാനം അമ്മയോടും ആദിയോടും ഈ വീട്ടിൽ നിന്ന് വരെ മാറാൻ പറയുകയാണ്. കാരണം ആ സച്ചിയും രേവതിയും വീണ്ടും അന്വേഷിച്ചെത്താൻ ചാൻസ് ഉണ്ട്. പക്ഷേ ശ്രുതിയുടെ അമ്മ അപ്പോഴും പറയുന്നുണ്ട് എനിക്ക് എന്തായാലും വയ്യാതായി മോളെ, ആദിയെ ആരെങ്കിലും ഏറ്റെടുത്തു കഴിഞ്ഞാൽ എനിക്ക് സമാധാനത്തോടെ മരിക്കാം. മാത്രമല്ല നിനക്കും പിന്നെ സ്വസ്ഥതയോടെ ജീവിക്കാമല്ലോ. അതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ ഈ തീരുമാനത്തിലെത്തിയതെന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ശ്രുതിയാണെങ്കിൽ അമ്മയുടെ വായടപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാത്തിനും ഒരു സമയമുണ്ട് അമ്മേ, അതുവരെ അമ്മ ഏതായാലും കാത്തിരിക്കണം. അവനെ വേറെ ആർക്ക് കൊടുത്താലും ഞാൻ ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കാം, പക്ഷെ സച്ചിക്കും രേവതിക്കും ഒരിക്കലും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് തന്നെ തുറന്നടിക്കുകയാണ് ശ്രുതി. ഒരു വിധത്തിൽ ശ്രുതി അമ്മയെ കൺവിൻസ്ഡ് ആക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഒരു സാഹചര്യത്തിൽ ശ്രുതിയുടെ അമ്മയ്ക്ക് തീരെ വയ്യാതാവുന്നുണ്ട്. ഓരോ നിമിഷവും ആദിയെക്കുറിച്ചുള്ള പേടിയും ആശങ്കയും എല്ലാം അവരെ വേട്ടയാടുന്നുണ്ട്. അങ്ങനെ ശ്രുതി പോലും കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിൽ ശ്രുതിയുടെ അമ്മ ഒരു തീരുമാനമെടുക്കുകയാണ്. എന്താന്ന് വെച്ചാൽ സത്യങ്ങളെല്ലാം രേവതിയെ അറിയിക്കുക എന്നുള്ളത്. സച്ചിയെ ഇത് അറിയിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് രേവതിയോട് മാത്രമായി ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ തനിക്ക് സമാധാനം കിട്ടുമെന്ന് ആ അമ്മ ചിന്തിച്ചു പോവുകയും രേവതിയെ ഫോൺ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിക്കാനും തുടങ്ങുന്നു. ഇവിടെ അമ്മൂമ്മയുടെ കോള് കിട്ടുന്ന രേവതിക്കാണെങ്കിൽ വളരെയധികം സന്തോഷമാവുകയാണ്. ആ അമ്മ എന്നെ വിളിച്ചല്ലോ, എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ അമ്മയെ പറ്റി ഇപ്പൊ ഓർത്തതേ ഉള്ളൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ സുഖവിവരങ്ങൾ ചോദിക്കുന്ന സമയത്ത് തന്റെ വയ്യായ്മകളെ കുറിച്ചൊക്കെ വീണ്ടും പറയുകയാണ് രേവതിയോട്. രേവതിക്കാണെങ്കിലും അത് കേട്ട് സങ്കടമാവുന്നുണ്ട്. തുടർന്ന് ശ്രുതിയുടെ അമ്മയോട് സച്ചിയെ ദത്തെടുക്കണമെന്നുള്ള ആഗ്രഹത്തെ പറ്റിയൊക്കെ രേവതി വീണ്ടും പറയുകയാണ്. അവനെ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ അവനെ പൊന്നുപോലെ വളർത്തിക്കോളാം അമ്മേ, അവന് ഒരു കുറവും ഉണ്ടാവില്ല.
സ്വന്തം മകനെ പോലെ കണ്ട് ഞങ്ങൾ അവനെ വളർത്തുമെന്നൊക്കെ ഉറപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതിയുടെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോ ശ്രുതിയുടെ അമ്മയ്ക്കാണെങ്കിലും സന്തോഷമാകുന്നുണ്ട്. അവരിങ്ങനെ സന്തോഷത്തിൽ കരയുകയാണ്. ഈ സ്നേഹമുള്ള സച്ചിയുടെയും രേവതിയുടെയും മകനായിട്ട് അവൻ ആ വീട്ടിൽ വളരുകയാണെങ്കിൽ അവന്റെ ജീവിതം എന്തായാലും സേഫ് ആകുമെന്ന് അവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, ആദ്യം അവർക്ക് തന്നെ വിട്ടുകൊടുക്കാൻ ആ അമ്മ തീരുമാനിക്കുന്നുണ്ട്. അതോടൊപ്പം വെക്കുന്നതിന് മുമ്പ് എല്ലാ സത്യങ്ങളും രേവതിയോട് തുറന്നു പറയണമെന്ന ചിന്തയിൽ അവർ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. മോളോട് എനിക്കൊരു സത്യം പറയണമെന്നുണ്ട്, പക്ഷെ ഈ സത്യം നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരും അറിയരുത് മോളെ. നിനക്കറിയാലോ എനിക്ക് വയ്യായികളൊക്കെ കൂടി വരികയാണ്. ഇപ്പൊ എന്റെ മനസ്സിൽ ആദ്യം മാത്രമേ ഉള്ളൂ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ അവൻ ആരാ ഉള്ളത്? അവന്റെ അമ്മയാണെങ്കിൽ ഒരിക്കലും അവനെ അവളുടെ അടുത്തേക്ക് കൊണ്ടുപോവില്ല, കാരണം അവളുടെ സാഹചര്യം അതായിപ്പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സത്യം മോളോട് പറഞ്ഞേ പറ്റൂ. അത് വേറൊന്നുമല്ല മോളെ, ആദിയുടെ അമ്മ വേറെ ആരുമല്ല, മോൾക്ക് അറിയാവുന്ന പെൺകുട്ടി തന്നെയാണ്. അപ്പൊ ഇത് കേൾക്കുന്ന രേവതി എനിക്കറിയാവുന്ന പെൺകുട്ടിയോ, അത് ആരാണെന്ന് ഇങ്ങനെ ഞെട്ടലോട് ചോദിക്കുമ്പോ അമ്മ മടിച്ചുകൊണ്ട് പറയുന്നുണ്ട് അത് ശ്രുതി തന്നെയാണ് എന്ന്. രേവതിക്ക് അത് കേട്ടിട്ട് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. ശ്രുതിയോ എന്നിങ്ങനെ അമ്പരപ്പോടെ ചോദിച്ചു പോവുകയാണ്. അതെ, ശ്രുതി തന്നെയാണ് അവന്റെ അമ്മ. ശ്രുതി എന്ന് എന്റെ കല്യാണ മോളുടെ ഒരേ ഒരു മകനാണ് ആദി. രേവതിയാണെങ്കിൽ ശരിക്കും ഷോക്കഡ് ആവുന്നുണ്ട് ഇത് കേട്ടിട്ട്. എന്താ ഇത്, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നതെന്നൊക്കെ രേവതി ചോദിച്ചു പോകുന്നുണ്ട് ആ അമ്മയോട്. അതേ മോളെ, ഞാൻ സത്യമാണ് പറഞ്ഞത്. എനിക്ക് അറിയില്ലായിരുന്നു നിങ്ങളുടെ വീട്ടിലേക്കാണ് എന്റെ മോള് കല്യാണം കഴിഞ്ഞ് പോകുന്നത് എന്ന്. അവിടെ അന്ന് മോളുടെ ആ ഫംഗ്ഷന് ഞാൻ വന്നല്ലോ, അപ്പോഴാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാവുന്നത്. ആ വീട്ടിലേക്കാണ് കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം അപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവര് പറയുകയാണ് രേവതിയോട്. ഈയുടെ ശ്രുതി കല്യാണം കഴിക്കാനിടയായ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവളുടെ അച്ഛൻ മലേഷ്യയിലാണെന്ന് പറഞ്ഞതും സമ്പന്നയാണെന്ന് പറഞ്ഞതും ഒക്കെ കള്ളമാണ്. ശ്രുതിക്ക് ശ്രുതിയെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ചന്ദ്രമതിയെ വീഴ്ത്താൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞിട്ട് അവൾ ശ്രുതിയെ വിവാഹം കഴിക്കുകയായിരുന്നു. ഒരു കുഞ്ഞുള്ള കാര്യം തുറന്നു പറയാൻ ഞാൻ പലപ്പോഴും അവളെ നിർബന്ധിച്ചതാണ്, പക്ഷേ അവൾ അതിന് സമ്മതിച്ചില്ല. അവൾ എന്നോട് പറയാറുള്ളതെന്ന് വെച്ചാൽ അത് പറയാനൊക്കെ ഒരു സമയമുണ്ട്, ആ സമയത്ത് ഞാൻ തന്നെ എല്ലാവരോടും എല്ലാം പറയാമെന്നാണ്. അതുകൊണ്ട് പിന്നെ ഞാനും അങ്ങനെ ആകട്ടെ എന്ന് കരുതി. ഏതായാലും ശ്രുതി ഹാപ്പിയാണെന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ എല്ലാ സത്യങ്ങളും വള്ളിപുള്ളി വിടാതെ അമ്മ തുറന്നു പറഞ്ഞപ്പോ ഇതെല്ലാം കേട്ടു നിന്നിരുന്ന രേവതിക്കാണെങ്കിൽ എന്ത് പറയണമെന്നറിയില്ല. അങ്ങനെ സ്തംഭിച്ചു നിന്നു പോവുകയാണ് രേവതി. ശ്രുതിയുടെ അമ്മ വീണ്ടും പറയുന്നുണ്ട്, മോള് ഈ കാര്യം ആരോടും പറയരുത്. സത്യങ്ങളെല്ലാം മോളുടെ മനസ്സിൽ തന്നെ ഇരുന്നാ മതി. എന്റെ മോൻ ആദ്യം നാളെ ആരും ഉണ്ടാവാതിരിക്കരുത്. ശ്രുതിയുടെ കാര്യത്തിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അവൾ ഒരിക്കലും അവനെ ഏറ്റെടുക്കില്ല. അവളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് കരയുമ്പോ രേവതിയാണെങ്കിലും ആകെ കിളിപോയ അവസ്ഥയിൽ നിൽക്കുകയാണല്ലോ. എന്നാലും ഒരുവിധം സമനില വീണ്ടെടുത്ത് ആ അമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. തന്നെ ഇത് തുറന്നു പറയുന്നെങ്കിൽ മാത്രമേ ഇത് എല്ലാവരും അറിയൂ എന്നും താനായിട്ട് ഇത് ആരോടും പറയില്ലെന്നും അവർക്ക് വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഈ സത്യങ്ങളെല്ലാം നെഞ്ചിലിട്ട് ആരോടും പറയാനാവാതെ നീറി ജീവിക്കേണ്ടി വരികയാണ് രേവതിക്ക്. പിന്നീട് ഒരവസരത്തിൽ ശ്രുതി എന്തോ ഒരു കാര്യത്തിന് രേവതിയുമായിട്ട് വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുമ്പോ രേവതി ഒരു സൂചന കൊടുക്കുന്നുണ്ട് ശ്രുതിക്ക്. നിന്നെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും എനിക്ക് അറിയാമെന്നും അത് ഞാനിവിടെ ആരോടും പറയണ്ടെങ്കിലേ നീ നിന്റെ പാട്ടിന് പോവെന്ന് പറഞ്ഞപ്പോ ശ്രുതിക്കും ചില പേടികളൊക്കെ തോന്നുകയാണ് മനസ്സിൽ. രേവതിക്ക് തന്നെ പറ്റി എന്തൊക്കെയോ അറിയാമെന്നുള്ള ഒരു ധാരണ ശക്തമാവുകയാണ് അവിടെ. അതിനുശേഷം കുറച്ചു കാലത്തേക്ക് രേവതിയോടുള്ള സമീപനത്തിൽ ശ്രുതി കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. ആ അഹങ്കാരമൊക്കെ കുറച്ച് നല്ല സ്നേഹത്തോടെയൊക്കെ പെരുമാറുന്നുണ്ട്. ഏതായാലും കിടിലൻ എപ്പിസോഡുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്